പൊതുവെ നമ്മൾ കളറുകളെ കുറിച്ചിട്ട് നമ്മുടെ ഭാരതീയ ശാസ്ത്രങ്ങളില് വളരെയധികം പരാമർശം പണ്ടേ ഉണ്ട് ഇല്ലേ? അതെ അതെ. ഓരോ കളർ ഡ്രസ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജ്യോതിഷം നോക്കുമ്പോഴൊക്കെ ഇഷ്ടമുള്ള നിറം അല്ലേ? ഉം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ ശബരിമലയിൽ പോകുന്ന ആളുകൾ കറുത്ത വസ്ത്രം ധരിക്കുക, ഉം. ഓരോ ദേവി ദേവന്മാർക്ക് ഇന്ന കളർ ഡ്രസ്സ്, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ കളർ എന്നത് പഴയ കാലം മുതലേ ഉപയോഗിക്കുന്നുണ്ട്. കാരണം റേക്കിയിലും അതേ കളറോട് കൂടിയിട്ടുള്ള റേക്കികളും ഉണ്ട്. നമ്മൾ ഉം. ഇപ്പോ ഈ 2 ലെവൽ വരെ ഇപ്പൊ ഈ നിമിഷം വരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കളർ ഇല്ലാത്ത കളർ. നമ്മൾ അങ്ങനെയാ പറയാ, പച്ചവെള്ളത്തിനൊക്കെ ഒരു കളർ എന്നുള്ള രീതിയിൽ. ആ ആ. പച്ചവെള്ളത്തിനൊരു കളർ നമ്മൾ എന്താ പറയുക, വെള്ള എന്ന് പറയാൻ വെളുപ്പല്ല, എന്നാ വേറെ കളറും ഇല്ല എന്ന് പറഞ്ഞ പോലത്തെ അല്ലേ? ആ. ഈ ഒരു അതെ. രീതിയിലാണ് ഇപ്പോൾ നമ്മൾ റേക്കീനെ ഉപയോഗിക്കുന്നത്. ആ ഇനി അങ്ങോട്ട് കളറുകളോട് ചേർത്തിട്ട്, ആ കാരണം ആത്യന്തികമായിട്ട് റേക്കി എന്ന എനർജിയും ഒരു ഫ്രീക്വൻസിയാണ്. അതുപോലെ കളറുകളും അതിൻ്റെതായിട്ടുള്ള ഫ്രീക്വൻസിയാണ്. ആ. ഒരു മിനിറ്റ്. ഹലോ. നിങ്ങള് ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ വിളിക്കാം. ഞാൻ ഓർമ്മയുണ്ടായിരുന്നു, ഞാനൊരു ക്ലാസ്സിലാണ്, ക്ലാസ് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പൊ ഡെമോ ആയിട്ട് ഒരു ക്ലാസ്സിന് കയറുന്നുണ്ടെങ്കിൽ ഇപ്പൊ വെറുതെ കാര്യമില്ല, ഞാൻ ലിങ്ക് ഇട്ട് തരാം. സൂമിലാണ്. സൂമിലാണ് കാര്യം. ശരി, എന്നാ അവർക്ക് ഇട്ട് കൊടുക്കട്ടെ, എന്നാ ആ കാര്യക്കോട്ടെ. പിന്നെ അപ്പോൾ നമ്മള് ഈ റേക്കി എന്ന് പറയുന്നത് ആ റേക്കി എന്ന് പറയുന്നത് പ്രപഞ്ച ജീവശക്തി ആയിട്ടുള്ള ഈ എനർജി എന്ത് സംഭവിക്കുന്നു? ഇത് യഥാർത്ഥത്തില് യഥാർത്ഥത്തില് ഒരു ഫ്രീക്വൻസി എനർജിയാണ്. അപ്പൊ ഈ നീ വന്നോ? ശരി ശരി, നീ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കളർ റേക്കിയും കളറുകളും പ്രത്യേക പ്രത്യേക ഫ്രീക്വൻസി എനർജികളാണ്. ഈ പ്രത്യേകം ഓരോ കളറുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഡിഫറെന്റ് ഫ്രീക്വൻസി ഉണ്ട്. ആത്യന്തികമായിട്ട് ഇവ എനർജികളാണ്. അപ്പൊ ഇവയും റേക്കിയും ഇതേപോലെ കളറുകളോട് കൂടിയിട്ട് പ്രത്യേക ഫ്രീക്വൻസിയിൽ ഉണ്ട് എന്നർത്ഥം. സാധാരണ റേക്കി ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൂടെ ഈ കളർ റേക്കിനെയും കൂടെ ചേർത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട്, കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഹീലിംഗ് ചെയ്യാൻ പറ്റും. രോഗങ്ങൾ മാറാൻ നിങ്ങളെ സഹായിക്കുന്നതിന്, മാനസികം ശാരീരികമായിട്ടുള്ള എന്തായാലും, അല്ലെങ്കിൽ മണി ബ്ലോക്ക് ആയാലും, അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളായാലും ഒക്കെ മാറാൻ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് മോർ ദാൻ ബെറ്റർ ആയിട്ട് റേക്കി നിങ്ങളെ പ്രവർത്തിക്കും. മനസ്സിലായല്ലോ? ഇപ്പോൾ ഈ കളർ റേക്കി എന്ന് പറയുമ്പോൾ അതിന്റെ ഘടന നമ്മൾ ആദ്യം അതിന്റെ രീതികൾ നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? സാധാരണഗതിയിൽ നമ്മൾ നിറവില്ലാത്ത രീതിയിലുള്ള റേക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ? ഇനി നമ്മൾക്ക് വരുന്ന കളറുകൾ മെയിൻലി 7 നിറങ്ങൾ. 7 നിറങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാം. വിബ്ജിയർ അല്ലെ? വിബ്ജിയർ അറിയാം. അപ്പോ ഈ വിബ്ജിയർ എന്നുള്ളത് ഈ 7 നിറങ്ങളും അതിനായിട്ടുള്ള പ്രത്യേക ആവൃത്തി, തരംഗദൈർഘ്യം ഒക്കെ ഉണ്ടാവും. ഇത് നമ്മുടെ ശരീരത്തിൽ കളർ റേക്കിന്റെ എന്തിനാ ഉപയോഗിക്കുന്ന അതിനൊരു പ്രത്യേകത, അതായത് നമ്മുടെ ശരീരത്തിലും കളറുകളുണ്ട്. അതായത് ഓരോ ചക്രസിനും അതിന്റെ കളറുകൾ നമ്മൾ പറയാറുണ്ട്. സഹസ്രാരം മുതൽ മൂലാധാരം വരെയുള്ള ചക്രകൾക്ക് ഓരോ കളറുകൾ: വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതൊക്കെ പ്രത്യേക ഫ്രീക്വൻസിയിൽ നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ഇത് കൂടാതെ കളർ റേക്കികളും നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതിന്റെ ഗുണങ്ങൾ വളരെ പെട്ടെന്നുള്ള
രോഗനിവാരണത്തിന് യൂസബിൾ ആണ്. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ പ്രയോജനപ്രദമാണ്. പിന്നെ വേദനകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് വേദന മാറിക്കിട്ടും. ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ നന്നായിട്ട് മുന്നോട്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഉം. നമ്മുടെ ഓറ, ചക്രാസ് എന്നൊക്കെ പറയുന്ന സൂക്ഷ്മ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വളരെ ഡീപ്പർ ലെവലിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ബ്ലോക്കേജുകളൊക്കെ ഡീപ്ലി മാറിപ്പോവുക. നമ്മുടെ കർമ്മദോഷങ്ങളും മറ്റുള്ള ദോഷങ്ങളോ അല്ലെങ്കിൽ ബ്ലോക്കേജ് ഒക്കെ പോവാം. നമ്മുടെ ശരീരത്തിലും മനസ്സിലൊക്കെയുള്ള നെഗറ്റീവ് ഊർജങ്ങളെ പുറന്തള്ളി കളയാൻ, മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഇല്ലാണ്ടിരിക്കുക. പിന്നെ വിറ്റാമിൻസ്, മറ്റുള്ള ധാതു ലവണങ്ങളൊക്കെ വളരെ നന്നായിട്ട് നമുക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ നാഡീ വ്യവസ്ഥയെ കൂടുതൽ ശക്തിമത്താക്കുന്നതിനും വേണ്ടിയിട്ട്, പേടി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ലൈംഗികത വളരെ സുന്ദരമായിട്ടും സന്തോഷകരമായിട്ടും ജോയ്ഫുൾ ആയിട്ടും നമുക്ക് അനുഭവിക്കാനും കൊടുക്കാനും വേണ്ടിയിട്ട്, പിന്നെ എല്ലുകളുടെ തേയ്മാനം എളുപ്പത്തിൽ പരിഹരിക്കാൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഈ കളർ റേക്കി നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് റേക്കിയുടെ കൂടെ ആഡ് ഓൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ കൂടുതൽ വരിക. ഇപ്പൊ നമുക്ക് കളർ റേക്കി എങ്ങനെ കൊടുക്കാൻ പറ്റും? ഇപ്പൊ നമുക്ക് റേക്കിയുടെ ട്യൂൺമെന്റ് നിങ്ങൾക്ക് തന്ന ശേഷം നിങ്ങളിൽ ഞാൻ എന്താ ചെയ്യുക? നിങ്ങളിൽ ഈ കളർ റേക്കിയും കൂടി വരാൻ വേണ്ടിയിട്ടുള്ള അറ്റ്യൂൺമെന്റ് ഓൾറെഡി തന്നിട്ട്, ഇത്ര അറ്റ്യൂൺമെന്റുകൾ ഞാൻ ഓൾറെഡി തന്നു. ഇനി തരാത്ത ആളുകൾക്ക് ആ ഒരു അറ്റ്യൂൺമെന്റ് നമ്മൾ കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ റേക്കി അത്രയും അപാരമായിട്ടുള്ള പവർഫുൾ ആണ് എന്ന് ഇവിടെ അനുഭവിച്ച ആളുകൾക്ക് മനസ്സിലാവും. ആ സത്യമായിട്ടും രമ്യ എന്ന വ്യക്തി എൻ്റെ അടുത്ത് നിന്ന് ദീക്ഷ സ്വീകരിച്ച വ്യക്തിയാണ്. നിങ്ങൾക്ക് ദീക്ഷ ഉണ്ടാകുമ്പോൾ വളരെ നല്ല രീതിയിൽ അത് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ? യെസ്, ഒരുപാട്. ഏറ്റവും നല്ല അത് രീതിയിൽ ആ റേക്കിയുടെ എനർജി നിങ്ങളിൽ ഫീൽ ആയിട്ടുണ്ടോ? 100% ഫീൽ ആയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ദീക്ഷ എടുക്കുമ്പോൾ അനുഭവം ഉണ്ടായിരുന്നത്? നമുക്ക് നമ്മുടെ ഈ ചെവിയുടെ ഭാഗത്ത് ആരോ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യുന്ന പോലുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ശരീരം ഫുള്ള് ഒരു വൈബ്രേഷൻ ആയിരുന്നു. ഫുള്ള് തല മുതൽ കാല് വരെ ഇങ്ങനെ നമ്മൾ കൈ തരിക്കാന്ന് പറയില്ലേ, ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ വന്നില്ലെങ്കിൽ തരിക്കുന്ന പോലെ നമ്മൾ വെറുതെ റിലാക്സ് ആയി കിടക്കുകയാണ്. എന്നിട്ട് കൂടി നമ്മുടെ ശരീരം ഫുള്ള് ഒരു വൈബ്രേഷൻ ആയിരുന്നു. 1 മണിക്കൂർ ആയത് ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഞാൻ തുടങ്ങുന്ന സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ കട്ടിൽമ സാറ് പറഞ്ഞ പോലെ കിടക്കായിരുന്നു. അമ്മ അതിനിടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഒരുപാട് വിളിച്ചു, പക്ഷെ എനിക്ക് അതിൽ നിന്ന് ഞാൻ എണീക്കുണ്ടായിരുന്നില്ല. അപ്പൊ അമ്മയും ഹസ്ബൻഡും ഒക്കെ പേടിച്ചു സത്യത്തില്. എന്ത് പറ്റി. ശരി. അപ്പൊ അത്രയും നല്ല പല അനുഭവങ്ങളും ദീക്ഷ സ്വീകരിക്കാൻ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ ഡീറ്റെയിൽ ഞാൻ അന്ന് തന്നെ സാർ വിളിക്കാൻ പറഞ്ഞിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് പിന്നെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ശേഷം ദീക്ഷ കിട്ടിയ ശേഷം ഇന്ന് വരെ നിങ്ങൾ ഹീലിംഗ് ചെയ്യുന്നുണ്ട്. ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം റേക്കി പഠിച്ചിട്ടുണ്ടായിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. അതായത് പെട്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അതിനുള്ള ഒരു വഴി നമുക്ക് മുമ്പിൽ വരുന്നുണ്ട്. ഇപ്പൊ വീട്ടിൽ തന്നെ വീടിന്റെ ഫ്രണ്ടിൽ കാലങ്ങളായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ടൈൽ ഇടണമെന്ന്. ഇപ്പൊ ടൈൽസ് ഇടാനായിട്ട് സാധിച്ചു. ഡ്രസ് വർക്ക് ചെയ്തു. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള മനസ്സിലുള്ള ആഗ്രഹങ്ങള് നമുക്ക് അതിനുള്ളൊരു വഴി തെളിഞ്ഞു വരികയാണ്. വേഗം കാര്യങ്ങൾ നടക്കുകയാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും എങ്ങനെ ഉണ്ടാവും? ഇപ്പോ ആദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നേരത്തെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. ഇപ്പൊ ഞാൻ 21 ഡേയ്സ് വ്രതത്തിലാണ്. ഓരോ ദിവസം ഒരു 21 ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും ഒന്ന് ത്യജിച്ചിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അപ്പൊ ഇത്രയും നാള് ഞാൻ നോൺ ഉപേക്ഷിച്ചു. പക്ഷെ അത് കഴിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു ഒരു വ്യതിയാനം അതില് വന്നിട്ടില്ല. നോണ് കഴിക്കാണ്ടിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല റേക്കിയില്. അത് നിങ്ങളായിട്ട് ചെയ്യുന്നു. സന്തോഷം, അതങ്ങനെ ഇരിക്കട്ടെ.
നിങ്ങൾക്ക് ഉം. ശാരീരിക മാനസികമായിട്ടുള്ള ഒരു ഹാപ്പിനെസ്, പീസ് ഓഫ് മൈൻഡ്, അസുഖങ്ങളൊക്കെ കുറയുക, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ? ഉണ്ടായിട്ടുണ്ട്. അതെ അതെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മാത്രല്ല, ഞാൻ പ്രാർത്ഥിക്കാണ് കേട്ടോ. സാർ പറഞ്ഞു മറ്റൊരാൾക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആയിട്ടില്ല, അത് മറ്റൊരാൾക്ക് സമയമാകുമ്പോൾ ഞാൻ ചെയ്യുന്നില്ല. പറയാം. മറ്റുള്ളവർക്ക് ആ ചെയ്യാനായിട്ടില്ല, ഇല്ല ആകുമ്പോൾ പറയാം. അതെ ഉം. മറ്റൊരാൾക്ക് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ റേക്കി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ഉറക്കത്തിലും ഞാനപ്പോ ഉം. പ്രാർത്ഥനയിലൂടെ ആ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും പിന്നെ വന്നിട്ടില്ല. ഒരു പ്രാർത്ഥിക്കുമ്പോ എന്താ ഹോസ്പിറ്റലിൽ അവിടെ പോലും നിങ്ങൾ പോവാതെ പിന്നെ പ്രാർത്ഥിക്കുമ്പോ വന്നിട്ടില്ല. ശരി, റേക്കി പഠിച്ച ദീക്ഷ സ്വീകരിച്ച ആളുകൾക്ക് പ്രാർത്ഥിക്കുമ്പോ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ആ നിങ്ങളുടെ മനസ്സിന്റെ ആ ഉള്ളിലൂടെ റേക്കി എനർജി ഒഴുകിയിട്ട് അവരിലേക്ക് പോവാണ്. നമ്മുടെ കൈകളിലൂടെ മാത്രമല്ല റേക്കി എനർജി മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. മനസ്സിലൂടെ, നമ്മുടെ ചിന്തയിലൂടെ, നമ്മുടെ ആ കണ്ണുകളിലൂടെ ഒക്കെ നമുക്ക് റേക്കി സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ. നിങ്ങൾ അറിഞ്ഞില്ല എങ്കിലും അതിങ്ങനെ സഞ്ചരിക്കുകയാണ്, അവരിൽ അത് മാറ്റം ഉണ്ടാക്കുകയാണ്. ഞാൻ ഓക്കെ, ഇത്രയും ഉം. സന്തോഷകരമായിട്ട് നിങ്ങൾ റേക്കി പഠിച്ചിട്ട് അങ്ങനെയൊക്കെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരി, നമുക്ക് ഇനി അടുത്ത ഇതിലേക്ക് പോവാം. അതെയോ? അതായത് കളർ റേക്കി കൊടുക്കുന്നത് എങ്ങനെയെന്നറിയോ? കളർ റേക്കി കൈകളിലൂടെ, ഇപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ റേക്കിയോ യെല്ലോ റേക്കിയോ കൊടുക്കണം എന്ന് വിചാരിച്ചാൽ, നമ്മൾ എൻ്റെ കൈയിലൂടെ സാധാരണ നമ്മൾ ഗ്യാഷോ ചെയ്ത് ആക്ടിവേഷൻ ചെയ്തിട്ട് സാധാരണ കൈകളിലൂടെ റേക്കി എനർജി കൊടുക്കുമ്പോൾ പോലെ തന്നെ എൻ്റെ കൈയിലൂടെ യെല്ലോ റേക്കി എനർജി ഒഴുകട്ടെ. അപ്പോൾ പ്രപഞ്ചത്തിൽ നിന്നും സാധാരണ നമ്മുടെ റേക്കിയുടെ കൂടെ തന്നെ യെല്ലോ കളറുള്ള റേക്കി നമ്മുടെ സഹസ്രാരത്തിൽ വന്ന് കയ്യിലൂടെ പുറത്തേക്ക് ഒഴുകുന്നതായിട്ട് കാണും. അപ്പൊ പിന്നെ അവിടെ യെല്ലോ റേക്കിയും കൂടെ ആ കൂട്ടത്തിൽ ഒഴുകാണ്ടോ. ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ചക്രാസിലൊക്കെ ഹീൽ ചെയ്യുന്ന സമയത്ത് അതാത് റേക്കികളും കൂടി ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്റൻഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ചക്രാസിലൊക്കെ നന്നായിട്ട് നിറയുന്നതായിട്ട് കാണുക. ചക്ര നല്ല രീതിയിൽ ക്ലാരിറ്റിയോടുകൂടി കറങ്ങുന്നതായിട്ട് കാണുക. ആ ചക്ര ആ എനർജി കംപ്ലീറ്റ് കളർ വലിച്ചെടുക്കുന്നതായിട്ട് കാണുക. മനസ്സിലായില്ലേ? ഈ രീതിയിൽ ആ ഈ ആ എനർജി റേക്കിനും കൂടെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഓരോ സമയത്തും ഓരോ റേക്കി കൊടുക്കുമ്പോൾ ഏതേത് സമയത്ത് എന്ത് റേക്കി ഏത് സമയത്ത് എന്ത് ആവശ്യത്തിന് കൊടുക്കണം എന്നുള്ള പ്രോട്ടോകോൾ നമ്മൾ പഠിക്കണമല്ലോ. അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പൊ അതും കൂടെ മനസ്സിലാക്കിയാലാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ റേക്കിനെ യൂസ് ചെയ്യാൻ പറ്റുക. നമ്മൾ ആദ്യം മുതൽ ആദ്യം നമുക്കൊരു വെള്ള റേക്കിനെ കുറിച്ച് പഠിക്കാം. വെളുത്ത ആ. കളറുള്ള റേക്കി. വെള്ള റേക്കി സാർ എന്നത് ഞാൻ പറയും. അല്ല, ഞാൻ കൈയോടെ എഴുതണോ? നോട്ട് എഴുതണോ? ഇല്ല, ഞാനിതിന് റെക്കോർഡിങ്സ് തരാം നിങ്ങൾക്ക്. വാട്സപ്പ് എന്താ ഓക്കെ. ടെലഗ്രാം ഉണ്ടെങ്കിൽ തരാൻ ടെലഗ്രാം. കഴിയും. വാട്സപ്പിൽ ഇത് ഇത്തിരി ടെലഗ്രാം ഉണ്ട്. വലിയൊരു വലിയ ഫയലിൽ അയക്കാൻ പറ്റൂല ഇതിനകത്ത്. ആ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ടെലഗ്രാം ഉണ്ട്. വാട്സപ്പ്. അത് എന്നോട് ബന്ധപ്പെട്ട ഞാൻ അയച്ചു തരാം. പിന്നെ വെള്ള റേക്കി എന്നത് നമുക്ക് പണ്ടേ അറിയാം, എല്ലാ കളറുകളും കൂടി ചേർന്നിട്ടുള്ള കളറാണ്. ഫ്രിഡ്ജിയറിന്റെ എല്ലാ കളറും ചേർന്നിട്ടുള്ള സമ്മിശ്രമായിട്ടുള്ള ഒരു കളറാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതുകൊണ്ട് തന്നെ പ്രാഥമികമായിട്ട് എല്ലാ കളറിന്റെയും അടിസ്ഥാന ഗുണങ്ങൾ ഈ വെള്ള റേക്കിയിൽ ഉണ്ടാവും. നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുമ്പോഴോ. മനസ്സിലായില്ലേ? വെള്ള റേക്കി വളരെ ശാന്തമാണ്, ഒരു ഉപദ്രവം ചെയ്യാത്തതാണ്, വളരെ തണുപ്പ് ശീതളിമയായിട്ടുള്ളതാണ്, മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്ന കളറാണ്. കളർ റേക്കിയില് 1-2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വെള്ള റേക്കിയാണ് കൊടുക്കേണ്ടത്. ചെറിയ കൊച്ചുങ്ങൾക്ക് നമ്മൾ റേക്കി ഓക്കെ. കൊടുക്കുമ്പോൾ ധാരാളം ചിഹ്നങ്ങളൊക്കെ ഇട്ട് കൊടുക്കരുത്. ആ അവർക്ക് എനർജി താങ്ങാൻ പറ്റൂല. ആ ചെറിയ കൊച്ചു കുട്ടികൾക്കൊക്കെ നമ്മൾ വെള്ള റേക്കി ഒഴുകട്ടെ പറഞ്ഞിട്ട് ചെറുങ്ങനെ കുറച്ച് സമയം കൊടുക്കാം. കൂടുതൽ സമയം കൊടുക്കരുത്. കൊച്ചു കുട്ടികളുടെ കാര്യം ഓക്കെ. മനസ്സിലായില്ലേ? ആ ഇതൊക്കെ പഠിച്ചാലാണ് നമുക്ക് ഓക്കെ. റേക്കി കംപ്ലീറ്റ് ഒരാൾക്ക് ഹീലിംഗ് കൊടുക്കാൻ പറ്റുക. ഉം ആ ഉം ഉം. വളരെ ശുദ്ധമായിട്ടും വളരെ ദൈവികത്വമുള്ള കളറാണ് ഇത്. നമ്മുടെ ഈ സംസ്കാര പ്രകാരം തന്നെ വെളുപ്പിന് ഒരു പ്രത്യേക ഇത് കൊടുത്തിട്ടുണ്ട് അല്ലെ, വെള്ള വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ചിട്ട്. പിന്നെ നമ്മുടെ ശരീരശുദ്ധികർമ്മത്തിനും രക്തശുദ്ധീകരണത്തിനും ഈ റേക്കി നമുക്ക് ഉപയോഗിക്കാം. നല്ലൊരു വേദന സംഹാരി കൂടിയാണ്. പേടിയും നിരാശയും ഇല്ലാണ്ടാക്കും. പേടിയും നിരാശയും ഉള്ള സമയത്ത് നമുക്ക് നമ്മളെ തന്നെ വേണമെങ്കിൽ
വെള്ള റേക്കി കൊടുത്താൽ സമാധാന ശാന്തിയായിട്ട് പോകാൻ പറ്റും. മനസ്സിലായില്ലേ? ചികിത്സയ്ക്കും ആ സംരക്ഷണത്തിനും ഏറ്റവും ഉത്തമമായിട്ട് വൈറ്റ് റേക്കി നമുക്ക് യൂസ് ആക്കാം. ഇനി വിബ്ജിയറിന്റെ ഭാഗത്തേക്ക് വന്നാല് ആദ്യം നമുക്ക് പറയാം, താഴ്ന്ന് മുകളിലേക്ക് മൂലാധാര ചക്രത്തിന്റെ കളർ എന്താണ്? റെഡ്. അപ്പൊ ചുവന്ന റെഡ് റേക്കിനെ നമ്മൾ റെഡ് യൂസ് ചെയ്യുമ്പോൾ ചുവന്ന റേക്കി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ റെഡ് റേക്കിനെ കുറിച്ച്, മൂലാധാര ചക്രത്തിന്റെ നിറമാണിത്. ഈ കളറ് ഊർജത്തിന്റെയും ശക്തിയുടെയും നിറമാണ്. ഊർജം, ശക്തി, ഇതൊക്കെ ശക്തി. നമുക്ക് നൽകും. ശക്തി, ഉത്തേജനം, ഊർജം, ശക്തി. അപ്പൊ ഇതിന് തരംഗ ദൈർഘ്യം വളരെ, ചുവപ്പ് കളറിന് തരംഗ ദൈർഘ്യം കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വൈകാരികമായ എമോഷണൽ ബോഡിയിൽ എളുപ്പത്തിൽ കയറി പ്രവേശിച്ച് പ്രവർത്തിക്കും. ശക്തി, സന്തോഷം, സ്നേഹം, ഉന്മേഷം എന്നിവ വളരെയധികം ഉത്തേജിപ്പിച്ച് നിങ്ങൾക്ക് തരും. വല്ലാത്ത മനസ്സിനൊരു മുഖമായിരിക്കുക, മ്ലാനമായിട്ടിരിക്കുക, വിഷാദമായിട്ടിരിക്കുക, ഇത്തരം അവസ്ഥയൊക്കെ നമുക്ക് ഹീൽ ചെയ്ത് മാറ്റാൻ ഈ റെഡ് റേക്കി നമുക്ക് ഉപയോഗിക്കാം. പിന്നെ മനസ്സിലായല്ലോ? ഇപ്പൊ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ഇത്. ചുവപ്പിന് നാഡീവ്യവസ്ഥ, നമ്മുടെ നാഡീവ്യവസ്ഥയെ ശരിയാക്കി എടുക്കാനുള്ള കഴിവും കൂടിയുണ്ട്. നാഡീവ്യവസ്ഥ. അപ്പൊ നാഡീ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ റെഡ് റേക്കി നമുക്ക് കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് മനസ്സിലായത്. മനസ്സിന്റെ ശാരീരിക മാനസികമായിട്ടുള്ള നമ്മുടെ എബിലിറ്റി വർദ്ധിപ്പിക്കാൻ യൂസ് ചെയ്യുന്നു. ശക്തിയും ഊർജം വർദ്ധിപ്പിച്ചു തരും. ഇനി മനസ്സിലാക്കേണ്ടത്, ഈ നിറം വൃക്കകള്, മലദ്വാരം, നട്ടെല്ല്, കാലിന്റെ പാദങ്ങള്, രക്തചംക്രമണ വ്യവസ്ഥ, രോഗപ്രതിരോധ ശേഷി, ഇതിനൊക്കെ ശരിയാക്കി എടുക്കാൻ, നന്നായിട്ട് എടുക്കാനും, പ്രത്യുൽപാദന വ്യവസ്ഥ, സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യുൽപാദന വ്യവസ്ഥയെ നന്നായിട്ട് ശരിയാക്കി എടുക്കാനൊക്കെ ഈ റെഡ് റേക്കി നമ്മൾ ആ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റും, അല്ലെ നമുക്ക് തന്നെ എടുക്കാൻ പറ്റും. പിന്നെ പഴുപ്പ്, വ്രണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ പെട്ടെന്ന് ഹീൽ ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്റേ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരു എഫക്റ്റ് ഉണ്ടാവും, എന്തായാലും ഒരു എനർജി കാരണമല്ലേ. അപ്പൊ അതിന്റെ എക്സ്റേ കൊണ്ടുള്ള ദോഷഫലങ്ങളൊക്കെ ഈ റെഡ് റേക്കി കളയാം. എക്സ്റേ ഒക്കെ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് റെഡ് റേക്കി ഇട്ട് നമുക്ക് ഹീൽ കൊടുക്കാം അർത്ഥം. മനസ്സിലായില്ലേ? പിന്നെ നമ്മുടെ ശരീരത്തിന്റെ പിറകില് കീഴേ വശത്തുള്ള താഴേക്ക് ചന്തി വരെ ഇങ്ങനെ പോകുന്ന ഒരു വേദനയുണ്ട്, സിയാറ്റിക്ക പറയുന്ന ഒരു, കാലിങ്ങനെ വലിഞ്ഞു മുറുകും പോലത്തെ വേദനയുള്ള ആളുകൾ ഉണ്ടാവും. താഴത്തെ നട്ടല് മുതൽ ഒരു ചന്തി മുതൽ അങ്ങനെ താഴോട്ടും കാലിന്റെ മുട്ട് വരെ വരും നെറ്റ് വരും. അപ്പൊ അത്തരം സിയാറ്റിക്ക രോഗങ്ങൾ മാറാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? വെരിക്കോസിന്റെ പ്രശ്നങ്ങളുള്ളവർക്ക് വെരിക്കോസ് വെയിൻ ചികിത്സിച്ച് ഭേദമാക്കാൻ നിങ്ങളെ റേക്കി സഹായിക്കും. പിന്നെ നമ്മൾ റേക്കിയുടെ കാര്യങ്ങൾ എപ്പോഴും പറയുമ്പോൾ ആലോചിക്കുക, റേക്കി പഠിച്ച് നമ്മൾ റേക്കി ഉപയോഗിക്കുമ്പോൾ മറ്റു ചികിത്സാ പദ്ധതികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് യാതൊരു നിയമവും ഇല്ല കേട്ടോ. അത് അതിന്റെ വഴിക്ക് കൊണ്ടുപോവുക. എനർജി ഹീലിംഗിന്റെ വഴിക്ക് കൊണ്ടുപോവുക. അല്ലാണ്ട് തെറ്റായ ധാരണ വെച്ചിട്ട് നമ്മൾ പുലർത്താൻ പാടില്ല. അത് അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ. നമ്മൾ ആ മേഖലയെ കുറിച്ചിട്ടല്ല നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. പിന്നെ വെരിക്കോസ് വെയിന്റെ കാര്യം പറഞ്ഞു. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളുടെ ചികിത്സയിൽ റെഡ് റേക്കി ഉപയോഗിക്കാം. മനസ്സിലായില്ല? താഴ്ന്ന ലോ ബി പി ഉള്ളവരെ ചികിത്സിക്കാൻ ഉപയോഗിക്കാം. ചില ആൾക്ക് ലോ ബി പി വരും, അത് കുറച്ചും കൂടി ഡേഞ്ചറസ് ആണ്. ഹൈ ബി പിനേക്കാൾ ഡേഞ്ചറസ് ആണ് ഈ ലോ ബി പി. പെട്ടെന്ന് നമ്മൾ തളർന്ന് തലവിറ്റി വീണ് പോകും. അതിനൊക്കെ ഈ റെഡ് റേക്കിയാണ് ഉപയോഗിക്കുക. പിന്നെ എല്ലാ തരത്തിലുള്ള വാതരോഗങ്ങള്, ശരീര തളർച്ച, അനീമിയ, വിളർച്ചാ രോഗം, TB എന്നിവയുടെ ചികിത്സയിലൊക്കെ ഈ റെഡ് റേക്കി നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ എപ്പോഴും ഒരു അലസമായിട്ട് തണുപ്പ മട്ടിലൊക്കെ ഇരിക്കുന്ന അത്തരം മനുഷ്യരെയൊക്കെ, ആ കുട്ടികളെയൊക്കെ നമുക്ക് ഒന്ന് ഊർജ്ജസ്വലമാക്കി എടുക്കാൻ ഈ റെഡ് റേക്കി കൊടുത്താൽ മതി. പിന്നെ കേൾവി ശക്തി, മണം പിടിക്കാനുള്ള കഴിവ്, രുചി, കാഴ്ച, സ്പർശം, ഇത്തരം കഴിവുകളൊക്കെ ഉത്തേജിപ്പിക്കും. ചില ആൾക്ക് സ്മെല്ല് എടുക്കാൻ മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്, കേൾവി കുറഞ്ഞ ആൾക്കാരുണ്ടാവും, കുറച്ച് കാഴ്ച കുറഞ്ഞ ആൾക്കാരുണ്ടാവും. മനസ്സിലായോ? ചില ആൾക്ക് ജലദോഷം പിടിച്ചിട്ടാണ് അവർ പറയും, പക്ഷെ ജലദോഷം പിടിച്ചാലും ഇല്ലെങ്കിലും മണത്താൽ മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്, അത്ര കൂടുതൽ ഒരു മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? അതിനൊക്കെ. പിന്നെ ഈ റെഡ് റേക്കി ലൈംഗികതയെ ഉത്തേജിപ്പിക്കും. അതിന്റെ കുറവുള്ള ആളുകൾക്ക് ഈ റേക്കി കൊടുത്താൽ അവർക്ക് കുറച്ച് നല്ല ഉത്തേജനം ഉണ്ടാവും. അങ്ങനെ ഒരു മൈൻഡിലേക്ക് അവർ വരും, മെല്ലെ ആയിട്ട് വരും, ഗ്രാജുവലി. അഡ്രിനാൽ ഗ്രന്ഥിനെ ഉത്തേജിപ്പിക്കും. മനസ്സിലായില്ലേ?
ഹോർമോണിന്റെ ഉൽപാദനത്തെ വർദ്ധിപ്പിച്ചു തരും. പിന്നെ നമുക്ക് മരവിപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, തണുത്തിരിക്കുന്ന ശരീരഭാഗങ്ങൾ ഭയങ്കര തരിച്ചു പോയി, മരവിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ ശരീരഭാഗത്തെ ഈ റെഡ് റേക്കി കൊണ്ട് നമുക്ക് ഹീൽ ചെയ്താൽ തരിപ്പ് ആ ഒരു അവസ്ഥ മാറിക്കിട്ടാൻ സാധിക്കും. മനസ്സിലായില്ലേ? പിന്നെ ദൈവിക ജീവിതമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കളറും കൂടിയാണ്. ദൈവങ്ങൾക്കൊക്കെ ചുവന്ന പട്ടും ചുവന്ന വസ്ത്രമൊക്കെ കൊടുക്കുന്നില്ലേ? അപ്പൊ അതൊക്കെ ഇതിന്റെ അതെ അതെ മൂലാധാരം എന്നത്. നോക്കൂ, ഇതിന് വേറെയും അർത്ഥങ്ങൾ ഒരുപാട് പറയാനുണ്ട്. എന്താണെന്നറിയോ? നോക്കൂ, നമ്മുടെ നാടുകളിൽ കാണുന്ന കാവുകള് അല്ലെ, കാവുകള്, പഴയ കാവുകളുടെ കളറ് കണ്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ അല്ല, പഴയ പഴയ കാലത്തെ കാവിന് എന്ത് കളറാണ് ഉണ്ടാവുന്നത്? വെള്ളയും ചുവപ്പിന്റെ ഒരു ലൈന് വരച്ചിട്ടുണ്ടാവും താഴെ, തറയിന്ന് കുറച്ച് കയറിയ ഉടനെ ബോർഡർ പോലെ, ഇല്ലേ? ഉം. ഉം, ആ, ഉം, ഉം. അതൊക്കെ ഇതിന്റെ ലക്ഷണമാണ്. അത് ശുക്ല ശോണിതം എന്നാണ് പറയാ. യഥാർത്ഥത്തിൽ അവിടെ അതാ നടക്കുന്നത്. ശുക്ലം വൈറ്റ് ആയിട്ട്, ശോണിതം ആർത്തവത്തിൻ്റെതായിട്ട് ശോണിതമായിട്ട് റെഡ് വൈറ്റ് ആണ് കൊടുക്കുന്നത്. സ്ത്രീ പുരുഷ ബന്ധത്തെ തന്നെയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. ആ ബന്ധങ്ങളിൽ നിന്നും പുതുജീവൻ ഉണ്ടാവുക എന്നുള്ള ആ ഒരു സെറ്റപ്പിലാണ് ഈ ക്ഷേത്രങ്ങളിൽ പോലും നടക്കുന്നത്. നോക്കൂ, നിങ്ങൾ ആരെങ്കിലും ഒക്കെ പൊങ്കാലയിടാൻ പോയിട്ടുണ്ടാവുമല്ലോ വേണമെങ്കിൽ. ഈ പൊങ്കാലയിലും ഇതാ അർത്ഥം, പൊങ്ങുക. അതെ അതെ പൊങ്ങുക എന്നുള്ള അർത്ഥമാണ് തിളച്ച് പൊങ്ങുക, തിളച്ച് മറിയുക, പൊങ്ങുക എന്നുള്ള അർത്ഥമാണ് പൊങ്കാല. തമിഴ് സംസ്കാരമായതുകൊണ്ട് പൊങ്ങുക എന്നുള്ള പൊങ്കുക എന്ന് പറയും, പൊങ്കാല എന്ന് പറയും. അവരുടെ ഭാഷയുടെ വ്യത്യാസം. അവിടെ നിന്നാണ് ഇവിടേക്ക് വന്നതെങ്കിലും. അപ്പൊ എന്താണ്? ശുക്ല ശോണിതമായി തിളച്ച് പൊന്തി പുതിയ ജീവൻ ഉണ്ടായിട്ട് അത് അർത്ഥവത്തായിട്ട് പോകട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് പൊങ്കാലയൊക്കെ വരുന്നത്. അതിന്റെ ഒരു മീനിങ് അറിയാണ്ട് നമ്മൾ പോയിട്ട് ചോറ് വെച്ചിട്ട് കാര്യമില്ല. അതെ ഇല്ലേ? അതെ അതെ ആ, അപ്പൊ അതൊക്കെയാണ് എല്ലാ ദേവീ ക്ഷേത്രങ്ങളിലും, പ്രത്യേകിച്ച് കാവുകളിൽ, കാവ് സമ്പ്രദായത്തിലൊക്കെ കാണാൻ പറ്റും. ചുവപ്പും വെള്ളയുമുള്ള ഈ കളറുടെ കോമ്പിനേഷൻ. അപ്പം പിന്നെ പുതിയ പുതിയ കാവുകൾക്കൊക്കെ സിമെന്റ് അടിച്ചു, പെയിന്റ് അടിച്ചു, അത് വേറെ. അവർക്ക് അറിയില്ല അവരെന്തിനാ ഈ കളർ. പണ്ടത്തെ വലിയ തറവാടുകൾക്കും ഇതിട്ടിട്ടുണ്ടാവും. പഴയ തറവാട് വീട്ടുകാരുടെ തറവാടിന് മുകളിലൊന്നും വലിയ രീതിയിൽ ചെയ്തിട്ടുണ്ടാവില്ല, ബാക്കി സ്ഥലത്തൊക്കെ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയും കാണാം. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്നത് സ്വാധിഷ്ഠാന ചക്രത്തിന്റെ അവസ്ഥയിലേക്ക് വരുമ്പോ സ്വാധിഷ്ഠാന ചക്രത്തിന്റെ അവസ്ഥയിലേക്ക് വരുമ്പോ ആ ചുവപ്പ് രേഖയെ കുറിച്ചിട്ടാണ്. അല്ല, ഓറഞ്ച് രേഖ അല്ലെ? ഓറഞ്ച് ഓറഞ്ച് ഓറഞ്ച്, അതെ അതെ, ഓറഞ്ച് രേഖയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാ. ഇത് നമുക്കൊരു പുതിയ ജീവൻ തരുന്ന രേഖയാണ്. പുതുജീവൻ നമുക്ക് നൽകുന്ന ഒരു രേഖയായിട്ടാണ് പറയാ. ഇത് ചൂടും ഉന്മേഷവും ഉത്തേജനവും നമുക്ക് നൽകും. ചൂടും നൽകും, ഉന്മേഷവും ഉത്തേജനവും നൽകും. ക്രിയാത്മകത, നമ്മുടെ ക്രിയേറ്റിവിറ്റി. നിങ്ങൾക്കൊരു പുതിയ മോഡൽ സോപ്പ് കണ്ടുപിടിക്കണം അല്ലെ? ഇപ്പോഴത്തെ സോപ്പ് പോരാ, പുതിയ സോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെ? അതെ അപ്പൊ ഒരു ക്രിയാത്മകത വേണം. എല്ലാവരും കൊടുക്കുന്ന സോപ്പ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? അതെ 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 ആ ക്രിയേറ്റിവിറ്റി ഇപ്പൊ ആ ഇപ്പൊ ആരോ പറഞ്ഞിട്ട് കഴുതപ്പാലിനകത്തൊക്കെ സോപ്പ് ഉണ്ടാക്കണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ ഓ പിന്നെ ഞാൻ കേട്ടു. ക്യാമൽ മിൽക്ക് ഗോട്ട് ക്യാമൽ മിൽക്ക് മിൽക്ക്, ആ അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ പുതിയ ഒരു സാധനം നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് വർദ്ധിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഓറഞ്ച് റേക്ക് യൂസ് ചെയ്യണം അല്ലെ? ഇപ്പൊ അതെ ഒരു IT കമ്പനി ജോലി ചെയ്യുന്ന അനഘയെ പോലത്തെ ആളുകൾക്ക് പുതിയ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണം IT കമ്പനിയിൽ. അപ്പൊ അതിലും അവർക്ക് അനഘയ്ക്കും അങ്ങനെ ഒരു റേക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവരെ പിന്നെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവരെ വിളിച്ച് സംസാരിക്കും. ഓക്കെ. അപ്പോ ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസം, ധൈര്യം, അന്തസ്സ്, വിശാല മനസ്കത, മനസ്സിലായില്ലേ? ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ നമുക്ക് ഈ ഒരു റേക്ക് ഉപയോഗിക്കാൻ പറ്റും. വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക്, ഒരു വ്യക്തി ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, പേഴ്സണൽ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ റേക്കി കൊടുത്താൽ വളരെ ആ ബന്ധത്തിൽ വളരെ ഊഷ്മളത നിലനിർത്താൻ സാധിക്കും. രമ്യ, ആ വിഷാദാത്മകമായ വിഷാദങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഉപയോഗിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾക്ക് ഈ റേക്കി നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള അവസ്ഥകൾക്ക് നമുക്ക് ഉപയോഗിക്കാം എന്നർത്ഥം. നാഡീ വ്യവസ്ഥനെ ഉത്തേജിപ്പിക്കും. നേരത്തെ റെഡ് റേക്കിയിൽ നമ്മൾ ഇതേ പറഞ്ഞിട്ടുണ്ട്. നാഡീ ആ വ്യവസ്ഥനെ നല്ല ഉത്തേജിപ്പിക്കും. ശരീരത്തിലാണെങ്കിൽ, നമ്മള് ഫിസിക്കൽ ബോഡിയിൽ നോക്കുകയാണെങ്കിൽ, സ്പ്ലീന്, നട്ടെല്ലിന്റെ മധ്യഭാഗം, പാൻക്രിയാസ്, വൃക്കകള്, അഡ്രിനാൽ ഗ്രന്ഥി, ലിവർ, ഗാൾ ബ്ലാഡർ, ലൈംഗിക അവയവങ്ങള്, വയറ്, ദഹന വ്യവസ്ഥ, ഇത്രയും ഭാഗങ്ങളെയൊക്കെ ഹീൽ ചെയ്യും. അപ്പൊ നിങ്ങൾ ഇനി നാളെ മുതൽ റേക്കി ഹീൽ ചെയ്യുമ്പോൾ സാധാരണ റേക്കിയുടെ കൂടെ ഇതാത് ഭാഗങ്ങളിൽ ആ ചക്രാസിൽ അതാത് കളറുകളും ഇത്രയും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അവയവങ്ങളിൽ ആ കളർ റേക്കിയും കൂടെ ഒരുമിച്ച് ഒഴുകുക. എന്നിട്ട് അടുത്ത ഭാഗത്ത് വെക്കുമ്പോൾ അവിടെയുള്ള ആ കളർ റേക്കിയും കൂടെ വെക്കുക. മനസ്സിലായോ? ഇങ്ങനെയുള്ള ഓക്കെ കാര്യങ്ങൾ ചെയ്യണം.
പ്രത്യുൽപാദന വ്യവസ്ഥയിലെ തകരാറുകൾ പരിഹരിക്കും. ഉം. ലൈംഗികത ഊഷ്മളമാക്കും. മൂത്രാശയ സംബന്ധമായ രോഗങ്ങളുടെ നിവാരണത്തിന് ഉപകരിക്കും. ഇപ്പം പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നങ്ങള്, സ്ത്രീകൾക്ക് പല ആൾക്കും മൂത്രം പോവാണ്ടിരിക്കുക, വെറുതെ പോവുക. ചില ആളുകൾക്ക് പ്രശ്നമുണ്ട്, തുമ്മിക്കഴിഞ്ഞാൽ അതൊന്ന് ചുമച്ചു കഴിഞ്ഞാൽ മൂത്രം പോകും അറിയാണ്ട്. ആ അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. അപ്പൊ അത് പറയാനും മടിയുണ്ടാവും ചില ആൾക്ക്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്താ, ഇത്തരം റേക്കി കൊണ്ട് ഹീല് കൊടുത്ത് ചികിത്സിക്കാൻ പറ്റുന്ന കേട്ടോ. ശരീരത്തിൽ വരുന്ന ചെറിയ ചെറിയ കീറലുകൾ ഉണങ്ങാൻ ചെയ്യും. കാലിന്റെ സൈഡൊക്കെ കീറി പോകുന്ന ആൾക്കാരില്ല, കാലിന്റെ ഭംഗിയൊക്കെ പോയി, ആ കാല് വിണ്ടു കീറണേ പറഞ്ഞിട്ടേ. അപ്പൊ അതിനൊക്കെ കാലിന്റെ കീറലുകൾ പിന്നെ കീറ മാറ്റാം. അസ്ഥി കൂടെ നമ്മൾ സ്കെലിറ്റൻ ശക്തിമത്താക്കാൻ, സ്കെലിറ്റനെ ശക്തിമത്താക്കാൻ ഉപയോഗിക്കും. അപ്പൻഡിക്സ് രോഗങ്ങള്, ഹെർണിയ മാറാനും ഉപയോഗിക്കും. മനസ്സിലായേ? GB ഗാൾ ബ്ലാഡറിൽ കല്ലുണ്ടെങ്കിൽ, പിന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാല് കുറഞ്ഞിട്ടാണ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ റേക്കി കൊടുത്താൽ മുലപ്പാല് വർദ്ധിക്കും. ഓ ഇപ്പൊ ആരെങ്കിലും ഞാൻ നിങ്ങൾ ബന്ധുക്കളോ ചോദിച്ചോട്ടെ? ആ ഇത് ഇപ്പൊ പശുവിന് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം. ഈ റേക്കി എന്നത് സർവ്വചരാചരങ്ങൾക്കും കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അല്ലാണ്ട് മനുഷ്യർക്ക് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാത്തിന്റെ ആ ഉള്ളിലും പ്രാണനാണ്. സർവം ഓക്കെ. കുലിതം ബ്രഹ്മ. പിന്നെ ചോദ്യം വഴിയുണ്ടാ? അതെ അതെ. ആ പശുവിനും കൊടുക്കുക, മനുഷ്യനും കൊടുക്കുക, ആർക്കും കൊടുക്കുക. ഇപ്പൊ നമ്മൾക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഒക്കെ പ്രസവിച്ചിട്ട് പാല് കുറവാകുമ്പോൾ നമുക്ക് കൊടുക്കാം. ഓക്കെ. ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് കടത്തോ, അത് വേറെ വിഷയം. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ വിഷയം ഇവിടെ പറയുന്നില്ലല്ലോ, നമ്മുടെ വിഷയമല്ല അത്. അതുകൊണ്ട് ശ്വസന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ശ്വസന വ്യവസ്ഥയുമായിട്ട് ആസ്മ പോലുള്ള രോഗങ്ങളെ ചികിത്സയിൽ ഉപകരിക്കും. മനസ്സിലായില്ലേ? ദഹന വ്യവസ്ഥ, ലൈംഗികത ഉത്തേജിപ്പിക്കും. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. ഈ കളറ് ആർത്തവ പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും. അപ്പൊ ആ സമയത്തും നിങ്ങൾക്ക് ഈ റേക്കി ഉപയോഗിക്കാൻ ചെയ്യാം. ശുദ്ധി അശുദ്ധി ഒന്നും റേക്കിയിൽ ഇല്ല, അറിയാലോ. അതറിയാം. അങ്ങനെ PCOD, PCOS ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഇല്ലേ, ഓവർ ബ്ലീഡിങ് ആവുക, ടൈം തെറ്റുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം മാറ്റാൻ നമുക്ക് ഈ റേക്കി യൂസ് ആക്കാൻ. വൃക്ക, മൂത്രസഞ്ചി എന്നിവയുടെ പ്രവർത്തനം ശക്തമാക്കും. ഇത് ഇത്രയും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഓറഞ്ച് റേക്കി നമുക്ക് യൂസബിൾ ആണ്. ഇനിയിപ്പോ എന്തായി, മണിപ്പൂര ചക്രത്തിലേക്ക് പോകണം. വയറ് മണിപ്പൂര ചക്രവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള റേക്കിയും കൂടി. അപ്പൊ നമ്മൾ എന്തായിരിക്കും? മഞ്ഞ റേക്കി. മഞ്ഞ റേക്കി മണിപ്പൂര ചക്രത്തിന്റെ കളറാണ്, അറിയാലോ. ആത്മവിശ്വാസത്തിന്റെ കളറാണ് മഞ്ഞ. ആത്മവിശ്വാസത്തിന്റെ കളറാണ്. ഇപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം ഒരു ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ഒരു മഞ്ഞ ചുരിദാറൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങിയാൽ മതി കേട്ടോ. ഓക്കെ. അതല്ല, കളറുകൾ നമ്മളെ സ്വാധീനിക്കും, മനസ്സിനെയും ശരീരത്തെയും സ്വാധീനിക്കും. കളറുകൾ മാത്രമൊന്നുമല്ല. ഇപ്പൊ നമ്മളൊരു നല്ല വെൽ ഡ്രസ് ഇട്ട്, ഇന്നലെ അയാളൊക്കെ ചെയ്ത് നല്ല ഡ്രസ് ഇട്ട് പോകുമ്പോഴും, ആകെ മുഷിഞ്ഞ വസ്ത്രം ഇട്ടിട്ട് ഇന്നലെ ഇട്ട വസ്ത്രം ഇട്ട് പോകുമ്പോഴും നമുക്ക് രണ്ട് ഡിഫറെന്റ് മൈൻഡ് ഉണ്ടാവില്ലേ? അതെ 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 അതെ, തീർച്ചയായും. നിങ്ങൾ നല്ലൊരു ഡ്രസ്സൊക്കെ ധരിച്ച് നിങ്ങൾ പോകുന്നത്, അപ്പൊ അതിൽ നല്ലൊരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന കളർ കൂടിയാണ് മനഃശുദ്ധി. ഭയങ്കര നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ട്, ജപത്തിന് ഇരിക്കാൻ പറ്റണില്ല എന്നൊക്കെ തോന്നുമ്പോൾ ഒരു മഞ്ഞ റേക്കി നമ്മൾ കയ്യിൽ റേക്കി ആക്റ്റീവ് ചെയ്തിട്ട്, മഞ്ഞ റേക്കി കംപ്ലീറ്റ് ആക്ടിവേഷൻ ചെയ്തിട്ട് നമ്മളിവിടെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു കണ്ടിന്യൂസ്ലി എന്ന് പറഞ്ഞുകൊണ്ട്, ആ ഒരു ഇന്റൻഷനോട് കൂടി നിങ്ങൾ ജപത്തിന് നോക്കിയേ, നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇരുന്ന് ജപിക്കാൻ പറ്റും. ഒരു പരിധി വരെ സഹായിക്കും. പക്ഷെ അത് ചക്രശുദ്ധിയല്ല, ഭൂതശുദ്ധിയും കൂടെ വേണ്ടതാണ്. ഭൂതശുദ്ധിയുടെ നമുക്ക് പിന്നെ പറയാം. പഞ്ചഭൂതങ്ങൾ ശുദ്ധി വേണം. മനസ്സിന് ശുദ്ധിയില്ലാടുക്കുമ്പോൾ ഈ ആത്മവിശ്വാസത്തിന്റെ മാത്രമൊന്നുമല്ല, വായു എന്ന ഒരു ഘടകം കൂടി അതിൽ പ്രവർത്തിക്കുന്നുണ്ട്, വായുതത്വം. അപ്പോൾ അത് ഗ്രീൻ കൂടി ആയിരിക്കും. ഇത് വേറൊരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിന്റെ ഇടതുഭാഗത്തെ തലച്ചോറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇടത് വലത് തലച്ചോറിനെ കുറിച്ച് അറിയാലോ. നമ്മുടെ ശരീരത്തിന്റെ ഇടതുഭാഗത്തുള്ള തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ക്രിയാത്മകമായിട്ടുള്ള ചിന്തിക്കാൻ കഴിയുക, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, പേര്, പ്രശസ്തി, ഇതൊക്കെ ഇവിടെ വേണം. പേരും പ്രശസ്തിയൊക്കെ വേണം. എന്റെ ബ്രാൻഡ് സോപ്പ് നന്നായിട്ട് പ്രശസ്തമായിട്ട് പോകണമെങ്കിലൊക്കെ നമ്മൾ ഈ കളർ റേക്കി കൊടുത്തിട്ട് കടയിൽ കൊടുത്താ അല്ലെ. മനസ്സിന്റെ ഉത്തേജനത്തിന് ഉപയോഗിക്കും. തലച്ചോറിനെ ഉത്തേജിപ്പിക്കും. വിരസത, മടി മാറ്റിത്തരും. വ്യക്തിയെ ഉന്മേഷവാനാക്കും. പിന്നെ
ഡാർക്ക് മഞ്ഞ നിറത്തിലുള്ള റേക്കി ആണ് നമ്മൾ കൊടുക്കുന്നത്. ഡാർക്ക് മഞ്ഞ, ലൈറ്റ് മഞ്ഞയും. ഡാർക്ക് മഞ്ഞയാണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ നാഡീ സംബന്ധമായ രോഗങ്ങളെ മാറ്റാനും ഉപയോഗിക്കുന്നു. വേദന നിവാരണത്തിന് സാധിക്കുന്നു. കരള്, ഗാൾ ബ്ലാഡർ, നട്ടെല്ലിന്റെ മധ്യഭാഗം, വയറിന്റെ മുകൾ ഭാഗം, സ്പ്ലീന്, അഡ്രിനാൽ ഗ്രന്ഥി, ചെറുകുടല്, വയറ് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന കൂടിയ റേക്കിയാണിത്. അപ്പൊ ഹെപ്പറ്റൈറ്റിസ്, ലിവർ സിറോസിസ്, അഡ്രിനാൽ ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പ്രശ്നങ്ങൾ, ആർത്രറ്റിസ്, വയറിലുണ്ടാവുന്ന മുഴകൾ, പ്രത്യേകിച്ച് ഒരു 40-50 വയസ്സായ സ്ത്രീകൾക്ക് വല്ലാണ്ട് പ്രശ്നമുള്ള സാധനമാണ് ഇപ്പോൾ അല്ലെ, മുഴയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഒരുപാട് മധ്യവയസ്സായിട്ട് സ്ത്രീകൾക്ക് ഇപ്പൊ അങ്ങനെ പ്രശ്നങ്ങളാണ്. അപ്പൊ അതിനെയൊക്കെ ഹീൽ ചെയ്യാൻ, വയറിലുള്ള അൾസറുകൾ ഹീൽ ചെയ്യാൻ, പാൻക്രിയാസിന്റെ പ്രവർത്തനങ്ങൾ കറക്റ്റ് ചെയ്യാൻ, പ്രമേഹം, ദഹന വ്യവസ്ഥയിലെ തകരാറുകൾ, ദഹനക്കേട് ഇതൊക്കെ ചികിത്സിക്കാൻ നമുക്ക് ഈ മഞ്ഞ റേക്കി ഉപയോഗിക്കാം. നമ്മുടെ ലിംഫ് ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കും, ഊർജ്ജസ്വലമാക്കും, ഹോർമോണിന്റെ ഉൽപാദനം കറക്റ്റ് ചെയ്യും. ത്വക്ക് രോഗങ്ങളെ ചികിത്സയിൽ ഉപയോഗിക്കുന്നു. ത്വക്ക് രോഗങ്ങൾ പലതരത്തിലുള്ള ചൊറി, അങ്ങനെയുള്ള ത്വക്ക് രോഗങ്ങളെ, ശരീരത്തിലെ പുതിയ പുതിയ കോശങ്ങളെ നല്ല രീതിയിൽ വളരാൻ, പുതിയ കലകളെ പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കും. മാംസപേശികളെയും ലിംഫ് ഗ്രന്ഥികളെയും ഊർജ്ജസ്വലമാക്കും. മസിൽസ്, അങ്ങനെ മാംസപേശികൾ നമ്മുടെ ശരീരത്തിന്റെ മാംസപേശികളാണ്. അത്രയൊക്കെ നമ്മൾ ഉപയോഗിക്കുക. ഇനി പച്ച കളറ് റേക്കി, പച്ച റേക്കി, ഇത് നമുക്ക് വന്നിട്ട് അനാഹതത്തിന്റെ കളറാണ്. അതെ അതെ, മനുഷ്യ മനസ്സിനെ പറയാം. അതായത് ഞാൻ അന്ന് സാറിന്റെ അടുത്താണോ പറഞ്ഞത് അനാഹത ചക്രയാണ് ഓരോരുത്തരുടെയും ബേസ് ചക്ര എന്നത്? ഓരോരുത്തർക്കും ബേസ് ചക്ര ഉണ്ടാവില്ലേ? അല്ല, ബേസ് ചക്ര എന്ന് പറയുന്നത് മൂലാധാരമാണ്. ഓക്കെ ഓക്കെ. അല്ല, ഓരോരുത്തർക്കും ഓരോ മനുഷ്യനും കൂടുതൽ ആക്റ്റീവായി നിൽക്കുന്ന ഓരോ ചക്ര ഉണ്ടാവോ? അല്ല, അതുണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചക്രങ്ങളും നമുക്ക് ബാലൻസിലാണ് വേണ്ടത്. ഒന്ന് ഓവർ ആക്റ്റീവ് ചെയ്താലും അണ്ടർ ആക്റ്റീവ് ചെയ്താലും നമുക്ക് ദോഷമാണ്. പക്ഷെ അങ്ങനെയുള്ള ഇംബാലൻസിലാണ് നമ്മൾ ഉള്ളത്. ശരി, അത് ഇതിനനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിൽ രൂപം. ഇപ്പൊ ഞാൻ പറയാം, ഒരു അനാഹതയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, നിങ്ങളിപ്പോ അതിനെ ചോദിച്ചു. അനാഹത ചക്രയെ, ഒരു വ്യക്തിക്ക് അനാഹത ചക്ര ഓവർ ആക്ടിങ് ആണെങ്കിൽ എന്ത് സംഭവിക്കുമായിരിക്കും? ഓവർ ആക്ടിങ് ആണെങ്കിൽ ഒന്നും മനസ്സ് ക്ലിയർ ആയിരിക്കില്ല, വായുതത്വം കൂടി. അപ്പൊ മനസ്സ് ക്ലിയർ ആയിരിക്കില്ല. രണ്ടാമത് എന്താ സംഭവിക്കുക? ആര് ചോദിച്ചാലും എന്ത് എടുത്തു കൊടുക്കും. ഇട്ട ഡ്രസ്സ് വരെ വേണമെങ്കിൽ ഊരി കൊടുക്കും. എന്നിട്ട് അയ്യോ എന്ന് പറഞ്ഞിരുന്ന കാര്യം തിരിച്ചു ചോദിക്കാൻ പറ്റില്ല അവർക്ക്. നാളെ തരാന്ന് പറഞ്ഞാൽ ശരി പറഞ്ഞിട്ട് തിരിച്ചു പോരും. ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അത്തരം ആളുകളെ മറ്റു ആളുകൾ ചൂഷണം ചെയ്യും. ഇനി അണ്ടർ ആക്റ്റീവ് ആണെങ്കിലോ കണ്ണ് ചോര ഉണ്ടാവില്ല. ഒരാൾക്ക് ഒരു സാധനം കൊടുക്കില്ല, ആൾ ചത്തുപോയാലും കൊടുക്കില്ല. മനസ്സിലായില്ലേ? മറ്റൊരു വ്യക്തിക്ക് നോ പറയാൻ കഴിയില്ല, ഇതൊട്ടൊന്നും കൊടുക്കൂല്ല. ഒരു ബാലൻസ് വേല നമ്മൾ പോകുമ്പോ ആവശ്യത്തിന് കൊടുക്കണ്ടെന്ന് നമുക്കറിയാം. കാരണം മറ്റുള്ളവരുടെ സന്തോഷമാണ് ഇപ്പൊ എനിക്ക്, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത്. ഇപ്പൊ അത് ശരി, കുറച്ച് നാളായിട്ട്. അതെ, അത് വേണം. ഓവർ ആക്റ്റീവ് പാടില്ല, അണ്ടർ ആക്റ്റീവ് പാടില്ല. രണ്ടും നമുക്ക് ദോഷമാണ്. നിങ്ങളിൽ ഇത് കൊടുക്കണം എന്നുള്ള ചിന്താഗതി കൂടുതലാണ്. ഞാൻ നിങ്ങളെ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ, അപ്പോഴേ എനിക്കറിയാം. അപ്പൊ അങ്ങനെ ആയാലും ബുദ്ധിമുട്ടാ. നമുക്ക് നോ പറയാൻ കഴിയുന്നില്ല. നോ പറയേണ്ടടുത്ത് നോ പറയാൻ കഴിയാണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മളെ ചൂഷണം ചെയ്തിട്ട് പോകും. അങ്ങനെയൊക്കെയുണ്ട്. അത് പറയേണ്ടടുത്ത് പറയാം, പറയേണ്ടടുത്ത് നമ്മൾ ആ സ്നേഹം കാണിക്കുക. നമ്മളോട് സ്നേഹം കാണിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സ്നേഹം കാണിക്കുക. അപ്പൊ ഈ രണ്ടും നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോകേണ്ട കാര്യം. അത് എല്ലാ ചക്രാസിലും അങ്ങനെയാണോ? അണ്ടർ ആക്റ്റീവും ഓവർ ആക്റ്റീവും പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ റേക്കി ചെയ്ത ശേഷം എല്ലാ ചക്രങ്ങളും ബാലൻസ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹീൽ ചെയ്യുന്നത്. അപ്പൊ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഈ പഞ്ചഭൂതങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുന്നത്. ഈ പഞ്ചഭൂതങ്ങളുടെ നിയന്ത്രണത്തിലും ഭൂതശുദ്ധി ക്രിയയിലും ഇത് തന്നെയാണ്. ഓരോ ഭൂതങ്ങളും നമുക്ക് കൂടുതലും കുറഞ്ഞാല് പ്രശ്നമായി.
അതെ. ജീവിതമേ ഇപ്പം അഗ്നിതത്വം നമുക്ക് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അതെ. അഗ്നിതത്വമാണ് ഒരു കുറച്ചധികം പ്രാധാന്യമുള്ളത്. അഗ്നിതത്വം നമ്മളിൽ കൂടിപ്പോയാലോ ആ ലോകം തന്നെ നശിപ്പിച്ചു കളയും. കോപം ഉം. പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലേ? ഇത് അവരവരെയും നശിപ്പിക്കും, ഒരു ലോകത്തിനെയും നശിപ്പിക്കും അഗ്നിതത്വം കൂടിയാല്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ ഈ പഞ്ചഭൂതങ്ങളെ ശുദ്ധി ബാലൻസും ചക്ര ബാലൻസും നമുക്ക് വരണം. എന്നാൽ തന്നെ ഒരു 99% കാര്യങ്ങളും പ്രശ്നങ്ങളും ക്ലിയർ ആയി. ഈ ബാധ ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പഞ്ചഭൂതങ്ങളെയും ചക്രാസിനെയും അത് എഫക്ട് ചെയ്യുന്നത്. അതിന്റെ ഇംബാലൻസിലേക്ക് വരുത്തുക ഉം. ചെയ്യുന്ന യഥാർത്ഥത്തിൽ. മനസ്സിലായില്ലേ? ഇപ്പോ പച്ചറേക്ക് സാന്ത്വനത്തിന്റെയും സമാധാനത്തിന്റെയും ആശ്വാസത്തിന്റെയും ഒരു കളറാണ്. മനസ്സിലായില്ലേ? ഇതിന് ആ, രോഗങ്ങളെ ഭേദമാക്കാനുള്ള കഴിവ്, അതുപോലെ മുറിവ് ഉണക്കാനുള്ള കഴിവ് വളരെയധികമാണ്. മുറിവ് ഉണക്കും. ഉത്കണ്ഠ നശിപ്പിക്കാൻ സഹായിക്കും. നമ്മുടെ മനസ്സും ശരീരവും തമ്മിൽ ബാലൻസ് ചെയ്യാൻ, മൈൻഡ് ബോഡി സോൾ എന്നൊക്കെ പറയില്ലേ, ഒരു ബാലൻസ് ചെയ്യാൻ ഇത് ഉപയോഗിക്കും. ശീതളമയുള്ളതാണ്. ഹൃദയചക്രത്തില് ഗ്രീൻ റേക്കി കൊടുത്താൽ നമ്മുടെ വൈകാരിക പ്രശ്നങ്ങളെ വളരെ ക്ലിയർ ആക്കി മാറ്റാൻ സാധിക്കും. മനസ്സിലായേ? മനസ്സിന് നല്ല ഉന്മേഷമൊക്കെ ഉണ്ടാക്കാനും ഉണർവുണ്ടാക്കാനും കുളിർമ ഉണ്ടാക്കാനും ആത്മവിശ്വാസം, അവബോധം, ഒരു അവയർനെസ് ഉണ്ടാക്കാനും മനസ്സിന്റെ നിയന്ത്രണം എന്നിവ ലഭ്യമാക്കാൻ, മനസ്സിനെ നിയന്ത്രിക്കാൻ. ഇപ്പൊ ഗ്രീൻ റേക്കിയും യെല്ലോ റേക്കിയും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ജപത്തിനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. നിങ്ങൾ ജപത്തിനെ ഇരിക്കുന്നതിന്റെ കുറച്ച് മുമ്പായിട്ട് ഇതുപോലെ റേക്കി ഒന്ന് കൊടുത്ത് നിങ്ങളുടെ വൈബ്രേഷൻ ലെവൽ ഉണർത്തിയ ശേഷം നിങ്ങൾ റേക്കി ജപത്തിന് പോവുക. അല്ലാത്ത സമയത്ത് ജപത്തിന് പോകുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ ഓക്കെ. അങ്ങനെ ചെയ്യണം. ശരീരത്തില് കൈപ്പത്തികള്, കൈകള്, ചുമലുകള്, നെഞ്ചുഭാഗം, ശ്വാസകോശങ്ങള്, ഹൃദയം, ബ്ലഡ് സർക്കുലേഷൻ, രക്തം, ഡയഫ്രം, മുലകൾ, തൈമസ് ഗ്രന്ഥി എന്നിവയൊക്കെ ഈ റേക്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ പനി പോലത്തെ അസുഖങ്ങളെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. പനി ഉണ്ടാവുമ്പോൾ, ശീതളിമയുള്ളതല്ലേ ഇത്, അപ്പൊ പനി ഉണ്ടാകുമ്പോൾ കുറക്കാൻ ചികിത്സയ്ക്ക് ഉപയോഗിക്കും. ശ്വാസകോശങ്ങളുടെയും ഹൃദയത്തിന്റെയും തണുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ചുവപ്പ് കളറാണ് ഉപയോഗിച്ച് ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും ഒരു റെഡ് റേക്കി ഉപയോഗിച്ചിട്ട് ഒരു ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രീൻ റേക്കി കൊടുത്തിട്ട് ബാലൻസ് ചെയ്യിക്കണം. ഒരാൾക്ക് ഒരു റെഡ് റേക്കി ഭയങ്കര ഹോട്ടാണ്, അപ്പോൾ അത് നമ്മൾ കൊടുത്ത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആ വ്യക്തിക്ക് ഗ്രീൻ റേക്കിയും കൂടെ കൊടുത്ത് അതൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കണം. മനസ്സിലായില്ലേ? അത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഹൃദയത്തിന്റെ തകരാറുകള്, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങള്, മുലകളുടെയും ശ്വാസകോശത്തിന്റെ ഒക്കെ ക്യാൻസറുകള്, ചുമല് വേദന, ശ്വസന തകരാറുകള്, ഇതൊക്കെ നമുക്ക് ഇതിൽ മാറ്റിയെടുക്കാനാണ് ഉപയോഗിക്കുക. ശരീരവും തലച്ചോറും, അതായത് സെറിബെല്ലം അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ബാലൻസ് ചെയ്യിക്കാൻ സഹായിക്കും. നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കും. അതുപോലെ ഗ്രീൻ റേക്കി അണുനാശകമുള്ളതാണ്. ഒരു ഡെറ്റോളിന്റെ പണിയെടുക്കും. അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കഴുകി, അണ്ടർവെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴുകി ഉണക്കാനായിട്ട് അതിലേക്ക് കൊടുക്കാം. അല്ലെങ്കിൽ റൂം ക്ലെൻസ് ചെയ്യുന്നത് നമുക്ക് അവിടെ അണുനാശിനെ കൊടുക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഒരാൾക്കൊരു രോഗം വന്ന ആ രോഗം പകരാതിരിക്കാൻ അവരുടെ റൂമിൽ നമുക്ക് ഇത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഈ അണുനാശന പ്രവർത്തിക്കുക ചെയ്യും ഗ്രീൻ റേക്ക്. പിന്നെ തളർന്നിരിക്കുന്ന, വളരെ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ റേക്കി കൊടുത്താൽ ഈ വ്യക്തി നല്ല പെട്ടെന്ന് ഊർജ്ജസ്വലമാവും. മനസ്സിലായില്ലേ? പൊട്ടിയ എല്ലുകളെ കൂട്ടി യോജിപ്പിക്കാൻ വളരെ ബെസ്റ്റാണ്. ഗർഭിണികൾക്ക് മനസ്സിന് ശാന്തിയും സമാധാനവും നൽകാൻ ഈ റേക്കി ഉപയോഗിക്കും. അപ്പോൾ വരുന്ന കുട്ടികളും നല്ല ശാന്തിയും സമാധാനവുമുള്ള നല്ല കുട്ടിയായിട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ടാവും. അമ്മമാരുടെ മനസ്സ് ഗർഭിണികളെ, കുട്ടികളെ ബാധിക്കും അല്ലേ? പിന്നെ അതുപോലെ ലൈംഗിക തകരാറുകൾ മാറ്റാൻ വേദന സംഹാരിയായിട്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഇത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് വന്നിട്ട് നീല കളറ് റേക്കി, അല്ല നമ്മുടെ വിശുദ്ധി ചക്രത്തിന്റെ നീല റേക്കി. പച്ചയെ പോലെ തന്നെ രോഗനിവാരണത്തിന് ശക്തിയുണ്ട് നീല റേക്കി. പക്ഷെ നീല റേക്കി ശാന്തിയുടെയും സമാധാനത്തിന്റെയും ശുഭാപ്തി വിശ്വാസത്തിന്റെയും ഒരു കളറ് കൂടിയാണ്. ശാന്തത, സത്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും കളറാണ്.
മനഃശാന്തി ഉണ്ടാവുക, നല്ല ഉറക്കം കിട്ടാൻ, ഉറക്കക്കുറവുള്ള ആളുകൾക്ക് നല്ല ഉറക്കം കിട്ടാൻ, അതുപോലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിനെ ഉത്തേജിപ്പിക്കും. പിറ്റ്യൂട്ടറി ഗ്രന്ഥിനെ ഉത്തേജിപ്പിക്കും. കഴുത്ത്, ശ്വസന അവയവങ്ങള്, വായ, പല്ല്, മോണ, പാരാതൈറോയിഡ്, തൈറോയിഡ്, അതുപോലെ ഹൈപ്പോതലാമസ്, ഇത്രയും ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഹീൽ ചെയ്യും. കഴുത്തിന് വരുന്ന അണുബാധ, ടോൺസിൽ പോലത്തെ അണുബാധകള്, പിന്നെ വായയുടെ അൾസർ, തൊണ്ടവീക്കം, ശബ്ദം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങള്, പനി കുറയ്ക്കാൻ ഇതൊക്കെ ഉപയോഗിക്കും. പിന്നെ പിനിയൽ ഗ്ലാൻഡിനെയും ഉത്തേജിപ്പിക്കും. ഉറക്കം കിട്ടാത്ത ആളുകൾക്ക് ഉറക്കമരുന്നിന് പകരമായിട്ട്, ഉറക്കമരുന്ന് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതിന് അടിമയാക്കും, അങ്ങനെയൊക്കെ ഉപയോഗിക്കും. രക്തസ്രാവം കുറക്കാനും മുറിവ് ഉണക്കാനും സഹായിക്കും. വയറിളക്കം, ചുമ, ആസ്തമ, ശ്വാസം മുട്ടല് സുഖങ്ങളും ത്വക്ക് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളും മാറ്റാൻ ഉപയോഗിക്കും. നമ്മുടെ ആങ്സൈറ്റി, ഉത്കണ്ഠ കുറക്കാൻ ഉപയോഗിക്കും. ഹൈ BP കുറക്കാൻ ഉപയോഗിക്കും. മനസ്സിലായോ? ഹൈ BP കുറക്കാൻ ഉപയോഗിക്കും. പിന്നെ വന്നിട്ട് നമുക്ക് തേർഡ് ഐന്റെ കളറാണ് ഇൻഡിഗോ, അല്ലെ? ഇൻഡിഗോ റേക്കി. അപ്പോ ആജ്ഞാചക്രത്തിന്റെ കളറാണ് ഇത്. നമ്മുടെ ആധ്യാത്മികത. ഹലോ, ഞാൻ കുറച്ച് കഴിയും, ഞാൻ ക്ലാസ് എടുക്കുമെന്ന്. ആ കുട്ടികളാണ്. ഇൻഡിഗോ. ഇൻഡിഗോ കളർ. ഇൻഡിഗോ കളറിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ നമ്മളിവിടെ ഇൻഡിഗോ. പറയുന്നത്. തേർഡ് ഐന്റെ കളറാണ്, നമ്മുടെ ആധ്യാത്മികതയുടെ കളറാണ്, ആധ്യാത്മികതയുടെ. അതുപോലെ മാനസിക പ്രശ്നങ്ങളുടെ ചികിത്സയ്ക്കും മാനസിക രോഗങ്ങളുടെ ചികിത്സയ്ക്കും വളരെയധികം ഉപകരിക്കും. മാനസിക സമ്മർദ്ദം കുറക്കാം, മനസ്സിന് ഒരു ലാഘവത്വം ഉണ്ടാക്കുക, ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഭ്രാന്തായിട്ട് നടക്കുമ്പോൾ കൊടുക്കാം. നമ്മുടെ ആത്മാശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കാം. വ്യക്തിയുടെ മനോനില തുലനം ചെയ്യാൻ ഉപയോഗിക്കാം. കൂടാതെ അപസ്മാരം പോലുള്ള ചികിത്സയിലും നാഡീവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സയിലും ഉപയോഗിക്കും. മനസ്സിലായില്ല? അപസ്മാരത്തിന്റെ ഭയങ്ങളെ ദൂരീകരിക്കാൻ ഉപയോഗിക്കും. പിന്നെ കണ്ണുകള്, കാതുകള്, മൂക്ക്, തലച്ചോറ്, നാഡീഞരമ്പുകള്, പിനിയൽ ആൻഡ് പിറ്റ്യൂട്ടറി ഗ്രന്ഥികള് ഒക്കെ ഹീലാവും. ദേഷ്യം, ഉത്കണ്ഠ, വിഷാദം, അതുപോലെ പഠന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, കുട്ടികൾക്ക് പഠന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കുറക്കാന്, നട്ടലിന്റെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാന്, ഹൃദയാഘാതം കുറക്കാൻ, രോഗമില്ലാണ്ടെടുക്കാൻ, തലച്ചോറിൽ വരുന്ന മുഴകൾ, ബ്രെയിൻ ട്യൂമേഴ്സ് പോലത്തെ കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ ഒക്കെ നമുക്ക് ഉപയോഗിക്കും. പാരാതൈറോയിഡിനെ കറക്റ്റ് ചെയ്യും. പച്ചറേക്കും നീലറേക്കും ഒരുപോലെ എന്താണ്, പച്ചറേക്കും നീലറേക്കും രോഗനിവാരണത്തിന് വളരെയധികം പവർ കൊടുക്കുന്ന ഒരു റേക്കികളും കൂടിയാണ്. അതുപോലെ മുറിവുകള്, രക്തസ്രാവങ്ങൾ കുറക്കാൻ നമുക്ക് ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? ഇനി വന്നിട്ട് സഹസ്രാരത്തിന്റെ നിറം വയലറ്റ് റേക്ക്, അല്ലെ? വയലറ്റ് റേക്ക് ഇത് ദൈവിക തലവുമായിട്ട് വളരെ ഉയർന്ന ഒരു അവയർനെസ്, ഒരു ഉയർന്ന അവബോധവുമായിട്ട് ബന്ധമുള്ളതാണ്. ബൈ ചാൻസിൽ കറണ്ട് പോയിട്ടുണ്ട്, എന്തോ ചെയ്യും?